ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ബർമിംഗത്തൂടെ നടക്കുന്നതാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ രാവിലെ തന്നെ പോയി. അപ്പോൾ കോളേജിൽ എന്താ പറയുക, പ്രിൻ്റൊക്കെ എടുത്തു, കുറച്ച് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ വീഡിയോയിൽ ഞാൻ കുറച്ച് എൻ്റെ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സെയിം കാര്യങ്ങളൊക്കെ തന്നെയാണ്, പക്ഷേ ക്ലിയർ ഇല്ല. അപ്പോൾ ഞാനതെന്താക്കി മ്യൂട്ട് ചെയ്തു. അപ്പോൾ ഞാനിങ്ങനെ മെല്ലെ നടക്കാമല്ലോ വിചാരിച്ചു. പിന്നെ യൂട്യൂബിൽ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമല്ലോ, എന്തിനാണ് വെറുതെ ടൈം വേസ്റ്റ് ആക്കണേ, അപ്പോൾ കുറച്ചും കൂടെ പ്രൊഡക്റ്റീവ് ആവാമല്ലോ വിചാരിച്ചു. അപ്പോൾ ഞാനിങ്ങനെ നടക്കുമ്പോൾ കുറച്ച് താറാവിനെയൊക്കെ കണ്ടു. കുറച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ 2 താറാവേ ഉള്ളൂ. അപ്പോൾ ആ 2 താറാവിൽ ആയതോ ഒരു കപ്പിള് കുറച്ച് ബ്രെഡ് കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടേക്ക് താറാവിനൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയി. വലിയ താറാവാട്ടോ. അപ്പം അത് ഞാൻ നടന്നെത്തി സീ ലൈഫ് സെൻറ്റർ എത്തി. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് നല്ല രസമാണ്, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സീത്തെ ഉള്ളിലത്തെ ഫിഷസ് കാര്യങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞു, മീനൊക്കെ ഉണ്ടാവും. അപ്പോൾ എനിക്ക് കാണാമെന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെയായിട്ട് പോയിട്ടില്ല. എനിക്കൊരു ദിവസം പോകണമെന്നുണ്ട്, പക്ഷേ ഇപ്പോഴാണ് എനിക്കറിയില്ല എപ്പോഴാണ് പോകാമെന്ന്. അപ്പോൾ ഞാൻ ഇതിൽ കൂടെ താഴേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോയ സമയത്ത് കുറേ അമ്മമ്മമാരും അപ്പാപ്പന്മാരും ഒക്കെ ഇങ്ങനെ ബിയറൊക്കെ ഇങ്ങനെ അടിച്ചിരിക്കുന്നുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീക്കെൻഡ് അല്ല, പക്ഷെ എന്നാലും വീക്കെൻഡ് ആണെങ്കിൽ ഇവിടെ കുറേ ആൾക്കാരുണ്ടാവും കേട്ടോ. ഇതിൽ കുറേ കനാൽസിൽ കുറേ ക്രൂയിസിങ്ങിന് കുറേ ആൾക്കാർ, ടൂറിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരും ഇവിടുത്തെ ലോക്കൽസൊക്കെ ഇങ്ങനെ പോയി കാണാറുണ്ട്. മീൻസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാണാമല്ലോ, ഓരോ സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ വിചാരിച്ച്. അപ്പോൾ ഞാൻ പ്രിൻ്റ് എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എൻ്റെ പേപ്പർ നിലത്ത് വീണുപോയി. അപ്പോൾ വെള്ളത്തിൽ വീണിട്ടുണ്ടെങ്കിൽ പിന്നെയും കഷ്ടപ്പാടായിരുന്നു. പിന്നെ അതെടുത്ത് ഞാൻ കൈ പിടിച്ച് നടക്കേണ്ട അവസ്ഥയായി. ഇതും ആ കാര്യം തന്നെയാണ് പറയുന്നത്. പക്ഷേ എല്ലാ വീഡിയോ ഒക്കെ കോളായിപ്പോയി. ഞാനിപ്പോൾ അങ്ങോട്ട് അപ്പുറത്തേക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ എന്ന് വഴി ഇങ്ങനെ നോക്കി കിടക്കുകയായിരുന്നു. അപ്പോഴാണ് ഇവിടുത്തെ സ്റ്റെപ്പ് ഉണ്ട്. സ്റ്റെപ്പ് കയറി ഇവിടെ എത്തുന്നില്ല. അപ്പോൾ ഞാൻ എത്തണ വരെ അങ്ങോട്ട് നടന്നു. പിന്നെ അപ്പോൾ ഞാൻ അവിടെ പോയപ്പോൾ അവിടെ കസേര ഉണ്ടായിരുന്നു. കസേരയല്ല, ലൈക്ക് ഒരു ഹൊറഗാലു പോലത്തെ ലൈക്ക് ഇരിക്കാൻ പറ്റുന്നൊരു സ്ഥലം. അപ്പം ഞാൻ അവിടെ ഇരിക്കാലോ വിചാരിച്ച് പോയി. പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട, പിന്നെ ഞാൻ കൂടെ സ്റ്റെപ്പ് ഇറങ്ങി നടന്നു. പിന്നെ അവിടെ കണ്ടപ്പോൾ ഞാൻ കുറച്ചൊരു കണ്ണാടിയൊക്കെ ഇങ്ങനത്തെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് താഴെ ഇറങ്ങി വന്നിട്ടുള്ള ഏരിയ. അപ്പം ഇതൊക്കെയാണ്. അപ്പം ഞാനവിടെ കണ്ണാടി കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഔട്ട്ഫിറ്റൊക്കെ ഫ്ലെക്സ് ചെയ്യാലോ വിചാരിച്ചിട്ട് ഞാൻ കണ്ണാടി കണ്ടിട്ടുണ്ടെങ്കിൽ എവറി ഗേൾസ് ലൈക്ക് ടു ടേക്ക് സം കൈൻഡ് ഓഫ് കോപ്രായങ്ങൾ. അപ്പം ഞാൻ അങ്ങനെ അവിടെ ഇരുന്ന് കാലൊക്കെ ആട്ടി കുറച്ചൊക്കെ ഇരുന്ന് മന്നിച്ചൊക്കെ ഇരുന്ന് പിന്നെ എന്തൊക്കെയോ ബഡായിയൊക്കെ പറയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു ടൂറിസ്റ്റ് ക്രൂയിസിങ്ങിൻ്റെ ബോട്ട് അവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈക്ക് അഡൽസിനൊക്കെ അവിടെ 10 പൗണ്ട് അങ്ങനത്തെയൊക്കെ ഉള്ളൂ. ചീപ്പാണ്. നാട്ടിലത്തെ ഒരു 1200 അങ്ങനെ 1200 സംതിങ് ഒക്കെ എന്തൊക്കെയാണ്. അപ്പം പക്ഷേ ഞാൻ ഇങ്ങനെ നടന്നു പോകുന്ന മെയിനായിട്ട് ഞാനിങ്ങനെ നടക്കാനുള്ള കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈബ്രറി പോകണമുണ്ടായിരുന്നു. ലൈബ്രറി പോകണം എന്നല്ല, മീൻസ് ഒരാഗ്രഹം. ഞാനിവിടെ വന്നപ്പോൾ ഞാൻ ആദ്യം പോയതാണ്. ലൈക്ക് ഇവിടെ ഒന്ന് ബ്രേക്ക് എന്തോ കിട്ടുമ്പോൾ ഞാൻ പോയതാണ്. അതിന് ശേഷം ഞാൻ പിന്നെ പോയിട്ടില്ല. കോളേജിൽ പഠിക്കും കേട്ടോ. അവിടുത്തെ കോളേജിൽ പഠിക്കുമ്പോൾ പിന്നെ ഇങ്ങനെ മെല്ലെ നടന്ന് വീഡിയോ ഒന്നും താഴെയും ആക്കിയിട്ടൊക്കെ ഇങ്ങനെയാണ് നടക്കണത്. എന്നാലും കുഴപ്പമില്ല വിചാരിക്കണം. പിന്നെ ഇതും അതേപോലെ തന്നെ കുറേ പബ് ഏരിയകൾ കാര്യങ്ങളൊക്കെയാണ്. നല്ല രസമാണ് കേട്ടോ. ഇവിടെ ആ സമയത്തൊന്നും ഇവിടെ ആരും ഇല്ല. വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ഫൗണ്ടൈൻ കാര്യങ്ങൾ. ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നടുവിലാണ് ഈ കോസ്റ്റേൻ്റെ കോഫി. അപ്പം നല്ല രസമാണ് ഇവിടെ. അതിൻ്റെ അപ്പുറത്തൊക്കെ ഫ്ലാറ്റ്, ഹോട്ടൽ ഒക്കെയാണ്. ആ ഒരു ബിസി ടൈപ്പ് ഏരിയാസാണ്. അപ്പം നല്ല രസമാണ്. ഇവിടുന്ന് അതേപോലെ എനിക്ക് വഴി അതാ മനസ്സിലാവണമെങ്കിൽ ഒരു ഏരിയ ഒന്ന് പെട്ട അവസ്ഥയായിപ്പോയി. പിന്നെയാണ് മനസ്സിലായത് ഇതിൻ്റെ ഉള്ളിൽ കൂടെ നടന്നിട്ട് ഊടുവഴി കൂടെ നടത്തിയിട്ടുണ്ടെങ്കിൽ പുറത്തെത്താലോ വിചാരിച്ച്. അങ്ങനെ ഞാൻ മെല്ലെ നടന്ന് അറ്റ് ലാസ്റ്റ് ഞാൻ പുറത്തെത്തി ഗൈസ്. പുറത്തെത്തി ഞാൻ സിറ്റി ലൈബ്രറിയിലാണ് പോയത്. ലൈബ്രറിയിൽ ഇങ്ങനെ പോകാലോ വിചാരിച്ച് പോയി. പിന്നെ മാപ്പ് നോക്കാം, പക്ഷേ ഞാൻ മാപ്പ് നോക്കിയില്ല. മാപ്പ് നോക്കി പോണതിൻ്റെ ത്രില്ലും പിന്നെ കണ്ടുപിടിച്ച് പോണതിൻ്റെ ത്രില്ലും അത് വേറെ തന്നെയാണ്. അത് ഞാൻ ഇങ്ങനെ കണ്ടുപിടിച്ച് പോയി ഓരോന്നും എക്സ്പ്ലോർ ചെയ്ത്. അപ്പം നല്ല രസമാണ് കേട്ടോ. ഒറ്റയ്ക്ക് പോകുമ്പോൾ ഒരു എക്സ്പ്ലോർ ചെയ്യണതും ഒരാൾ കൂടെ കമ്പാനിയൻ പോകുന്നതും അത് രണ്ട് രസമാണ്. പക്ഷേ
ലൈക്ക് ട്രാം കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട് ഇവിടെ. ഈ എനിക്കറിയില്ല ബർമിംഗം മാത്രമാണോ ട്രാം, ഞാൻ വേറെ അവിടെ ഇങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ പോയ സ്ഥലത്തൊന്നും ഞാനധികം ട്രാം കാര്യങ്ങളൊന്നും ഇതുവരെയായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഇവിടെ ഞാൻ എത്തിയപ്പോൾ അവിടെ മുമ്പിൽ തന്നെ കുറേ ചെടികളൊക്കെ നല്ല പൂത്തിരിക്കണം, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ സമയത്തൊക്കെ ഒരു വിൻ്റർ സമയത്തൊക്കെ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രാഞ്ചിൽ നിന്ന് ഒരു ഇല പോലില്ല. ഇതിപ്പോൾ നല്ല അടിപൊളി പൂക്കൾ. ഇത് എന്ത് സ്റ്റാച്ചു പൂക്കളൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിരുന്നു. ഇത് ഏത് സ്റ്റാച്ചു ആണെന്നറിയില്ല, പക്ഷേ ഞാൻ എന്തൊക്കെയോ പേരൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇത് മ്യൂസിയത്തിൻ്റെ എന്തോ കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ ഉള്ള ആൾക്കാരെ എന്തോ ആണെന്ന്. അവിടെ ഈ സമ്മർ ആയതുകൊണ്ട് ഇവിടെ ജയൻറ്റ് വീലും ഓരോ ഒക്കെ ഉണ്ടായിരുന്നു. ലൈക്ക് കുറേ എന്താ പറയുക കളിക്കുന്ന കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ലൈക്ക് ബലൂണൊക്കെ എറിഞ്ഞിട്ടുണ്ട്, ഡോളൊക്കെ കിട്ടുന്ന ഏരിയാസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇത് എന്തോ ഒരു ഭയങ്കര നല്ല രസമുണ്ടായിരുന്നു. അവിടെ ആ സമയത്ത് ഭയങ്കര വെയിലായിരുന്നു. പക്ഷെ നാട്ടിൽ ഈ ചൂടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്, നാട്ടിലൊക്കെ ഓടിക്കും. ലൈക്ക് 20 ഡിഗ്രി ഉണ്ടായിരുന്നു. നാട്ടിൽ ഇതൊന്നും 20 ഡിഗ്രി ഒന്നല്ല, പക്ഷേ ഇവിടെ ഭയങ്കര ചൂടാണ്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. ഇതാണ് ലൈക്ക് ട്രക്ക്, ലൈക്ക് ഫുഡ് ട്രക്സ് കാര്യങ്ങളൊക്കെ. ഇത് എനിക്ക് മര്യാദയ്ക്ക് ക്ലിപ്പൊന്നും എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ ഞാൻ ജസ്റ്റ് താഴെ നോക്കി. പിന്നെ എനിക്ക് പുറമേ കാണിച്ചു തരണുണ്ട്, പക്ഷേ ഞാൻ പുറമേ കാണിച്ചു തരാൻ നല്ല വൃത്തിക്ക് കാണിച്ചു തരണമെങ്കിൽ പക്ഷെ ഞാൻ ഒത്തിരി ബാക്കോട്ട് പോകണം, അപ്പോൾ ഞാൻ അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനെ കയറാല വിചാരിച്ചത്. ഇത് അവിടെ നിന്ന് എസ്കലേറ്റർ കയറി അവിടുത്തെ താഴെയുള്ള ഏരിയ ആണ് കേട്ടോ. അപ്പം കയറുമ്പോൾ ഞാനിങ്ങനെ എടുത്തതാണ് പയ്യെ. ഇതിൻ്റെ അതുമാത്രമല്ല, ഇതിൻ്റെ ബുക്സൊക്കെ ഷെൽഫൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചത് നല്ല രസമാണ്. ഇതല്ല കേട്ടോ, ഇതിൻ്റെ മോൾ ഭാഗത്ത് കണ്ടിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള കോണി ലൈക്ക് ഒരു സ്റ്റെപ്പ് പോലെയാണ്. നല്ല രസമാണ്. ലൈക്ക് ഒരു ഓർഗനൈസ്ഡ് ചെയ്ത പോലെ, ലൈക്ക് കളർ പാറ്റേൺസ് വെച്ചിട്ട്. ലൈക്ക് ഇത് ഞാൻ നടന്നിട്ട് ഏറ്റവും മോൾ ഭാഗത്താണ്. ലൈക്ക് മോൾ ഭാഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് താഴേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏകദേശം ഞാൻ നടന്നു വന്ന ഏരിയയും ലൈക്ക് ആ ഒരു അടുത്തുള്ള ഓരോ തിയേറ്റർ കാര്യം പറയണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ശരി എന്നാൽ, ഓക്കെ ബൈ.